ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ ഒരു ചെറിയ വിശേഷമാണ് കേട്ടോ. ഇതാ ഞങ്ങളെല്ലാവരും കൂടെ എവിടെയാണ് പോകുന്നതെന്ന് അറിയാമോ? പുതിയ വണ്ടി എടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണ്ടേ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ നമ്മുടെ ട്രിവാൻഡ്രത്താണ് ഞങ്ങളെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിൽ സുചീന്ദ്രം എന്ന് പറഞ്ഞ അമ്പലം എല്ലാവർക്കും അറിയാമായിരിക്കും. അവിടെ പോവാണ് കേട്ടോ. കാരണം ഞങ്ങളിത് പോയത് പൊങ്കൽ സമയത്തായിരുന്നു. പൊങ്കൽ സമയത്ത് പൊങ്കലിൻ്റെ അന്നത്തെ ദിവസം നമുക്കിവിടെ ട്രിവാൻഡ്രത്ത് അവധി ഉണ്ടായിരുന്നല്ലോ, ആ ദിവസമാണ് പോയത്. അന്നപ്പോൾ സ്കൂളിൽ നിന്നും ഇല്ലായിരുന്നല്ലോ കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെയാണ് പോയത്. ഞങ്ങൾ പോയത് വൈകുന്നേരം ആയിരുന്നു, ഏതാണ്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ നിന്ന് എത്തി. ഞങ്ങൾ ഇവിടുന്ന് ഒരു 3 മണിക്കൊക്കെയാണ് ഇറങ്ങിയത്. അപ്പോൾ പോകുന്ന വഴി ഞങ്ങളത് അവിടെ അമ്പലത്തിൻ്റെ അടുത്തെത്തി. അവിടെ ഒരു തെരുവൊക്കെ ഉണ്ടല്ലോ, അവിടെ കാർ പാർക്ക് ചെയ്യാനൊക്കെ പോയപ്പോൾ അവിടെ ഇങ്ങനെ ഈ ചെണ്ടകൊട്ടും മേളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ ഓരോരോ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വണ്ടിയൊക്കെ ഇങ്ങനെ സൈഡാക്കിയിട്ട് അവിടെ നിന്ന് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പടക്ക് പൊട്ടിക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. തമിഴ്നാട്ടുകാർക്ക് ഇതൊരു നമ്മുടെ ഓണം പോലെയാണല്ലോ പൊങ്കലെന്ന് പറയുന്നത്. അവിടെ ഭയങ്കര വിശേഷമാണല്ലോ. നല്ല തിരക്കും ഉണ്ടായിരുന്നു. ശരിക്കും പാർക്ക് ചെയ്യുന്നത് ഈ സ്ഥലത്തല്ല, അതുകൊണ്ടാണ് ഇവിടെ അധികം വണ്ടികളൊന്നും കാണാത്തത്. ഇവിടെ ഒരു തെരുവാണ്, വീടുകളൊക്കെ ഉള്ള ഒരു തെരുവാണ്. ഞങ്ങൾക്ക് പാർക്കിങ്ങിൻ്റെ അവിടെ ഒന്നും സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് വന്നത്. അതുകൊണ്ട് നമുക്കിതൊക്കെ കാണാൻ പറ്റിയത്. ഇവിടെ നിറയെ വീടൊക്കെ ഉണ്ട്. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ ആക്ച്വലി ഒരു 10-11 വർഷം മുമ്പൊക്കെ ഒരു കല്യാണം കഴിഞ്ഞ് ആ സമയത്തൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇപ്പം അതിനുശേഷം കുട്ടികളൊക്കെ ആയതിനു ശേഷം ഞങ്ങൾ വന്നിട്ടില്ല. ഇപ്പോൾ ഒരു 10-11 വർഷത്തോളമായി ഇവിടെ വന്നിട്ട്. അപ്പോൾ എന്തായാലും ഈ പൊങ്കലും പിന്നെ വണ്ടി എടുത്തതൊക്കെ പ്രമാണിച്ച് ഒരു ലോങ് പോകണമെന്ന്, ട്രിവാൻഡ്രത്ത് നിന്ന് 1 മണിക്കൂറെങ്കിലും ഉള്ള ഒരു യാത്ര പെട്ടെന്ന് പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അങ്ങനെയാണ് പൊങ്കലിൻ്റെ അവധിയും കിട്ടിയപ്പോൾ വന്നാൽ പിന്നെ ഇവിടെ വരാം എന്ന് വിചാരിച്ചത്. ഇത് ഇവിടുത്തെ കുളമാണ് കേട്ടോ, ഭയങ്കര വലിയ കുളമാണ്. ആൾക്കാർ ഇപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നല്ല വലിയ കുളമാണ്. പിന്നെ ഇവിടെ തന്നെ വലിയ രഥങ്ങൾ തന്നെ 3 എണ്ണം ഉണ്ട്. നമ്മൾ മൂകാംബികയിലൊക്കെ കാണുന്നതിനേക്കാളും വലിയ രഥമാണ്. ഇത്രയും വലിയ രഥം എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും നല്ല വലിയ രഥമാണ്. ഒരു 3 എണ്ണമാണ് ഇവിടെ കാണാൻ പറ്റിയത്. ഓരോന്നും ഓരളവാണ് കേട്ടോ, സെയിം അളവല്ല. ഒന്ന് വലുത്, ഒന്ന് അതിനേക്കാളും കുറച്ചുകൂടെ ചെറുത്, പിന്നെ ഒന്ന് കുറേ കൂടെ ചെറുത്, അങ്ങനെയാണ് വരുന്നത്. ഏറ്റവും ചെറുത് തന്നെ ഒരു 2 നില വീടിൻ്റെ അത്ര വലിപ്പമുള്ള ഒരു രഥം എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി തൊഴുതു, ചന്ദനമൊക്കെ ഇട്ടു. എന്നിട്ടിങ്ങനെ അകത്തൊക്കെ ഒന്ന് നടക്കുവാണ്. അവിടെ എല്ലായിടത്തും നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, വീഡിയോസൊന്നും. കാരണം അതിൻ്റെ അകത്ത് പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കായതിനാലും ഒരുപാട് നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നു. ഇത് ചിലപ്പോൾ പൊങ്കലായതുകൊണ്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നായിരിക്കാം. എന്നാലും ഇങ്ങോട്ടൊക്കെ ഞാൻ എടുത്തു. നമുക്ക് ആ ഫ്രണ്ട് സൈഡിൽ അവിടെ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കണ്ടോ, എത്ര വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. പണ്ടത്തെ ഈ പെയിൻറ്റിങ്ങും കൽത്തൂണുകളും ഒക്കെ അല്ലേ, ഭയങ്കര രസമായി. തമിഴ്നാട് അമ്പലം എന്ന് പറയുന്നത്, തമിഴ്നാട്ടിലുള്ള അമ്പലങ്ങൾ മിക്കതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഫുൾ കല്ലിലാണ് അവരുടെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ. പഴമയുടെ ഒരു ഇതൊക്കെ കാണണമെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലോട്ട് തന്നെ വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ അമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തം തന്നെയാണ് നമ്മുടെ തമിഴ്നാട്ടിലോട്ടുള്ള അമ്പലങ്ങളെന്ന് പറയുന്നത്. നല്ല വലിപ്പമുള്ള അമ്പലമാണ്. ഇതേ കണ്ട, പണ്ടത്തെ പെയിൻറ്റിങ് ഒക്കെയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. കൽത്തൂണുകൾ തന്നെയാണല്ല. പിന്നെ ഒരു കുറച്ച് ഭാഗമൊക്കെ എന്തോ ഒഴിച്ചിട്ടിരിക്കുന്ന പോലെ തോന്നി കേട്ടോ. ഇതുപോലെ കൽത്തൂണൊക്കെ കെട്ടിയൊരു ബിൽഡിങ്ങാണ്. അതിനകത്ത് പക്ഷേ നിറച്ച് വവ്വാലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവർ പൂട്ടിയിട്ടിരിക്കണം. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ പറയണം കേട്ടോ. അതിനകത്ത് നിറച്ച് വവ്വാലുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും കയറി തൊഴുതു. അവിടെ ഒരുപാട് ദൈവങ്ങളുണ്ടല്ലോ, പല സ്ഥലത്തുള്ള ദൈവങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തുള്ള ദൈവങ്ങളെയും പോയി തൊഴുതിട്ട് അപ്പോൾ ഞങ്ങളിനി തിരിച്ച് നേരെ കന്യാകുമാരിയിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.